വെറും പാഠപുസ്തകങ്ങളിലല്ല മറിച്ച് മരത്തണലിലെ കാറ്റിലും കൂട്ടുകാരുടെ വർത്തമാനങ്ങളിലും കഥകൾ തിരയുകയാണ് കണ്ണൂർ കൂത്തുപറമ്പ് കുറുമ്പക്കൽ മാപ്പിള LP സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ. 1ാം ക്ലാസ്സിലെ 7 കുട്ടികളാണ് അവരുടെ ലോകത്ത് നിന്ന് ഉണ്ടാക്കിയ കഥാപുസ്തകങ്ങൾ പുറത്തിറക്കിയത്. വായനയുടെയും എഴുത്തിന്റെയും പുതിയൊരു ലോകം കുട്ടികൾക്ക് മുന്നിൽ തുറന്നുകൊടുക്കുന്ന സ്കൂളിന്റെയും കുട്ടിയെഴുത്തുകാരുടെയും വിശേഷങ്ങളാണ് ഇനി. കൂട്ടുകാരെ ഓടിവാ. ഈ വിളി കേട്ടാൽ കുറുമ്പക്കൽ സ്കൂളിന്റെ മുറ്റം ഉണരും. മാവിൻ ചോട്ടിലെ തണൽവെട്ടത്ത് കേട്ടതും കണ്ടതും കിനാവു കണ്ടതും കൊച്ചുമൊഴികളിൽ കഥകളായി മാറും. കാട്ടിൽ ഒരമ്മമാനും കുഞ്ഞുമാനും താമസിച്ചിരുന്നു. അങ്ങനെ അവിടെ നേരത്തെ കണ്ട് ആ തത്തമ്മയെ ആനക്കുട്ടി കണ്ടു. പറഞ്ഞു തീർത്ത കഥകൾ പിന്നീട് ക്ലാസ് മുറികളിൽ അക്ഷരരൂപം കൊള്ളുന്നു. മുയൽ പറഞ്ഞു, ഇനി കുറച്ച് വിശ്രമിക്കാം. ആമ അത് കണ്ട്. കുറുമ്പക്കൽ മാപ്പിള LP സ്കൂളിലെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 കുട്ടികളുടെ കഥകൾ അങ്ങനെ പുസ്തകമായി. അവർ വല്ലതും തിന്നിട്ട് കുറെ ദിവസമായി. അപ്പോൾ തത്തമ്മ ഭക്ഷണം തേടി കാട്ടിലിറങ്ങി. കിട്ടു തിരിച്ചൊന്നും പറയാതെ നടന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു കരുത്തിൽ കേട്ട് കിട്ടു ഓടിച്ചെന്നു. അപ്പോൾ നമ്മളെല്ലാം ചെറുപ്രായത്തിൽ നന്നായിട്ട് ബാലരമ, കളിക്കുടുക്ക അങ്ങനെയുള്ള ബുക്കെല്ലാം വായിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ മക്കൾക്ക് ഫോണിൻ്റെ അഡിക്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ബുക്കിനോടൊരു ഇഷ്ടം വരുത്താൻ വേണ്ടി നമ്മൾ ക്ലാസ്സിന് 1 തൊട്ട് 4 വരെയുള്ളവർക്ക് എല്ലാവർക്കും ക്ലാസ്സിന് കുഞ്ഞു കുഞ്ഞു ലൈബ്രറി കൊടുത്തിട്ട് അവരെ കൊണ്ട് വായിച്ച് അതിൻ്റെ വായനാ കുറിപ്പൊക്കെ എഴുതി അവരൊക്കെ ആ ഒരു ഇഷ്ടം വരുത്തിക്കുക ചെയ്യുന്നു. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഉച്ച സമയമാകുമ്പോഴത്തേന് അവർ ഇപ്പോൾ ഓടിവാ മക്കളെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഓടി വന്ന് അവിടെ ഇരിക്കുന്ന ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കഥ പറയാം. ഇപ്പോൾ ചെറിയ KG മുതലുള്ള മക്കൾ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെ സഭാകമ്പം എവിടെ നിന്നിട്ട് എത്ര ആളുണ്ടെങ്കിലും അവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് കൂടി ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. കേവലം എഴുത്തല്ല, ഒരു തലമുറയെ വായനയിലേക്കും ഭാഷയുടെ മനോഹാരിതയിലേക്കും കൈപിടിച്ച് നടത്തുന്ന സ്നേഹത്തിന്റെ അക്ഷരക്കളരിയാണിത്. ഇതിലെ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ സർഗാത്മക ശേഷി വികസിപ്പിക്കുക എന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്ക് മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എഴുത്ത് വായന പഠിപ്പിക്കുന്നതിന് പകരം അവരുടെ ചെറുപ്രായത്തിൽ അവരുടെ കഴിവുകളെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണിത്. സ്കൂൾ മുറ്റത്തെ ആ മാവിൻ ചോട്ടിൽ നിന്ന് തുടങ്ങിയ യാത്ര ചെന്നെത്തിയത് വിജ്ഞാനത്തിന്റെ അച്ചടി ലോകത്താണ്. കേരളത്തിന് തന്നെ മാതൃകയാവുകയാണ് ഈ കൊച്ചു വിദ്യാലയം. ഭാഷയുടെ മധുരം നുണഞ്ഞ് ഭാവനയുടെ ലോകത്ത് വിഹരിക്കുന്ന ഈ കുരുന്നുകൾ നാളെയുടെ എഴുത്തുകാരാകട്ടെ. കണ്ണൂരിൽ നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.